Hello students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫിസിക്സ് ലോസ് ഓഫ് മോഷൻ എന്ന പോർഷനിലെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ലോസ് ഓഫ് മോഷൻ എന്ന ടോപ്പിക്കിന്റെ കൺസെപ്റ്റ്സ് ഇൻക്ലൂഡ് ചെയ്ത ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് പോയി നോക്കുക, അത് കഴിഞ്ഞ് ഈ വീഡിയോ കാണുക. So first question, 3 blocks of mass 4 kg, 2 kg, 1 kg respectively are in contact on a frictionless table as shown in figure. If a force of 14 Newton is applied on the 4 kg block, the contact force between 4 kg and 2 kg block will be, figure question le thanne tannittundu. Options, option A 2 Newton, option B 6 Newton, C 8 Newton and D 14 Newton. So question ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 3 ബ്ലോക്ക് തന്നിട്ടുണ്ട്. 3 ബ്ലോക്കിന്റെ മാസസ് 4 kg, 2 kg and 1 kg ആണ്. ഈ 3 ബ്ലോക്സും കോണ്ടാക്റ്റിൽ ഇരിക്കുകയാണ്. 4 kg മാസ് ഉള്ള ബ്ലോക്കിൽ ഞാൻ 14 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് 4 കിലോഗ്രാമിനും 2 kg ബ്ലോക്കിനും ഇടയിലുള്ള കോണ്ടാക്ട് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇത് മോഷൻ ഓഫ് ബോഡീസ് ഇൻ കോണ്ടാക്റ്റിലെ പ്രോബ്ലം ആണ്. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം മോഷൻ ഓഫ് ബോഡീസ് ഇൻ കോണ്ടാക്റ്റിലെ പ്രോബ്ലം ആണ്. ശ്രദ്ധിക്കുക, ഇഫ് യു ആർ ഗിവൺ 3 masses m1, m2, m3 which are placed in contact with each other on a smooth horizontal surface, let a force F is applied on m1 as shown in figure. Just ഈ പ്രോബ്ലത്തിന്റെ കൺസെപ്റ്റ് ശ്രദ്ധിക്കുക. 3 masses m1, m2, m3 കോണ്ടാക്റ്റിൽ ഇരിക്കുവാണ്. m1 മാസിൽ ഞാനൊരു ഫോഴ്സ് F അപ്ലൈ ചെയ്യാണ്. അങ്ങനെയെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല F ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 ആണ്. m1 ആൻഡ് m2 ഈ രണ്ട് മാസിനും ഇടയിലുള്ള കോണ്ടാക്ട് ഫോഴ്സ് F ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല m2 plus m3 into F divided by m1 plus m2 plus m3. F2 dash അതായത് m2 and m3 ഈ രണ്ട് മാസിനും ഇടയിലുള്ള കോണ്ടാക്ട് ഫോഴ്സ് ആണ് F2 dash. F2 dash കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല m3F divided by m1 plus m2 plus m3. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 4 കിലോഗ്രാമിനും 2 kg മാസിനും ഇടയിലുള്ള ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അതായത് ഈ ഫോർമുലയിൽ F ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കുള്ള 3 ഫോർമുലയിലും F ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. സോ സൊല്യൂഷൻ, കോണ്ടാക്ട് ഫോഴ്സ് ബിറ്റ്വീൻ 4 kg and 2 kg is equal to 2 plus 1 into 14 divided by 4 plus 2 plus 1 which is equal to 6 Newton. Okay, so the answer is option B 6 Newton. Next question. A man of mass 60 kg is standing on a spring balance inside a lift. If the lift falls freely downwards, then the reading of the spring balance would be, options A 0, D 60 kg F, C less than 60 kg F and option D greater than 60 kg F. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഒരു ലിഫ്റ്റിൽ ഒരു സ്പ്രിംഗ് ബാലൻസ് വെച്ചിട്ടുണ്ട്. ഈ സ്പ്രിംഗ് ബാലൻസിൽ ഒരു മാൻ നിൽക്കുകയാണ് ഓഫ് വെയിറ്റ് 60 kg. മാൻ്റെ വെയിറ്റ് 60 kg ആണ്. ഇഫ് ഈ ലിഫ്റ്റ് ഫ്രീ ആയിട്ട് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ഫോൾ ചെയ്യുകയാണെങ്കിൽ സ്പ്രിങ്ങിലെ റീഡിംഗ് എന്തായിരിക്കും, സ്പ്രിംഗ് ബാലൻസിലെ റീഡിംഗ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ലിഫ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പാരന്റ് വെയിറ്റ് ഓഫ് മാൻ ഇൻ ലിഫ്റ്റിലെ പ്രോബ്ലം ആണ്. സോ അപ്പാരന്റ് വെയിറ്റ് ഓർ ട്രൂ വെയിറ്റ് ഓഫ് മാൻ ഇൻ ലിഫ്റ്റിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ഫോർമുലാസ് പഠിച്ചിട്ടുണ്ട്. വെൻ ദ ലിഫ്റ്റ് ഇസ് അറ്റ് റെസ്റ്റ് ഓർ മൂവിംഗ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി, അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നത് mg ആയിരിക്കും. വെൻ ദ ലിഫ്റ്റ് ഈസ് ആക്സിലറേറ്റിംഗ് അപ്വേർഡ്, അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നത് m into g plus a ആയിരിക്കും. വെൻ ദ ലിഫ്റ്റ് ഇസ് ആക്സിലറേറ്റിംഗ് ഡൗൺവേർഡ്സ്, apparent weight is equal to m into g minus a. If the cable supporting the lift break, the lift falls freely, then apparent weight is equal to 0. അപ്പോൾ ശ്രദ്ധിക്കുക, ലിഫ്റ്റ് ബ്രേക്ക് ചെയ്യാണ്,
freely downward fall ചെയ്യുകയാണെങ്കിൽ apparent weight of man എന്ന് പറയുന്നത് 0 ആയിരിക്കും. Okay, so here the answer is option A, 0. Next question, a block of mass 2 kg is placed on the floor. The coefficient of static friction is 0.4. A force F of 3 Newton is applied on the block as shown in figure. The force of friction between the block and the floor is, take G is equal to 10 meter per second square. Figure തന്നിട്ടുണ്ട്. Option A 3 Newton, option B 8 Newton, C 4 Newton and option D 6 Newton. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ ഒരു ബ്ലോക്ക് തന്നിട്ടുണ്ട്. ബ്ലോക്കിന്റെ മാസ് 2 കിലോഗ്രാം ആണ്. ബ്ലോക്ക് ഒരു ഹൊറിസോണ്ടൽ ഫ്ലോറിൽ ഇരിക്കുവാണ്. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ mu 0.4 ആണ്. ഈ ബ്ലോക്കിൽ നമ്മൾ ഒരു ഫോഴ്സ് 3 ന്യൂട്ടൺ അപ്ലൈ ചെയ്യാണ് ടുവേർഡ്സ് റൈറ്റ്. അങ്ങനെയെങ്കിൽ ഈ ബ്ലോക്കും ഫ്ലോറുമായിട്ടുള്ള കോണ്ടാക്ട് സർഫസിലെ ഫ്രിക്ഷണൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, എപ്പോഴും ഒരു സിസ്റ്റം തന്നിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ നമ്മുടെ മനസ്സിൽ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ ലോസ് ഓഫ് മോഷനിൽ ഓൾറെഡി പഠിച്ചതാണ്. ടിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ reaches, the magnitude of frictional force at the contact surface is equal to the magnitude of applied force. Okay, limiting friction എത്തുന്നിടം വരെ കോണ്ടാക്ട് സർഫസിലെ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോ ഈ പ്രോബ്ലത്തിൽ ആദ്യം നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക? ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നിങ്ങൾക്കറിയാം, F is equal to mu r. ഓക്കെ, സോ ഫസ്റ്റ് തന്നിരിക്കുന്ന ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ബോഡിയുടെ സെൽഫ് വെയ്റ്റ് 2 into G vertically downward active, അതാണ് 2G vertically downward active. ഫ്ലോറുമായിട്ടുള്ള കോണ്ടാക്ട് സർഫസിലെ നോർമൽ റിയാക്ഷൻ R, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് F, നമ്മളുടെ അപ്ലൈഡ് ഫോഴ്സ് ടുവേർഡ്സ് റൈറ്റ് ആയതുകൊണ്ട് കോണ്ടാക്ട് സർഫസിലെ ഫ്രിക്ഷണൽ ഫോഴ്സ് 0.4 R ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സൊല്യൂഷൻ. ഫസ്റ്റ് ഫോഴ്സസ് ബോഡിയുടെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സസ് റിസോൾവ് ചെയ്യാം. സോ R is equal to 2G എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് is 2 into 10. ഇനി കാൽക്കുലേറ്റ് ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് is equal to mu r ആണ് നമുക്കറിയാം. സോ 0.4 R, Rന് പകരം 2 into 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് 8 ന്യൂട്ടൺ ആണെന്ന് കിട്ടി. ശ്രദ്ധിക്കാൻ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 3 ന്യൂട്ടൺ ആണ്. ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് 8 ന്യൂട്ടൺ ആണ്. അതായത് ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാൾ ചെറുതാണ് നമ്മുടെ അപ്ലൈഡ് ഫോഴ്സ്. അപ്പൊ ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാൾ ചെറുതാണ് നമ്മുടെ അപ്ലൈഡ് ഫോഴ്സ് എങ്കിൽ ബോഡിയുടെ കോണ്ടാക്ട് സർഫസിലെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിരിക്കും? അപ്ലൈഡ് ഫോഴ്സിന് ഈക്വൽ അല്ലേ? ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് എത്തുന്നിടം വരെ കോണ്ടാക്ട് സർഫസിലെ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആയിരിക്കും. ലോസ് ഓഫ് മോഷനിൽ നമ്മൾ ലോസ് ഓഫ് ഫ്രിക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്തതാണ്. സോ since the limiting frictional force is greater than applied force, the block remains at rest. Hence, the force of friction between the block and the floor is 3 Newton. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആയിരിക്കും കോണ്ടാക്ട് സർഫസിലെ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ അറിയേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്, till limiting friction reaches, the frictional force at contact surface will be equal to magnitude of applied force. Okay, so here the answer is option A, 3 Newton. Okay. Next question. A body of mass 6 kg is hanging from another of mass 10 kg as shown in figure. The combination is being pulled up by a string with an acceleration of 2 meter per second square. The tension T1 is G is equal to 10 meter per second square. Figure question തന്നിട്ടുണ്ട്. Options A 240 Newton, B 150 Newton, C 220 Newton and option D 192 Newton. ശ്രദ്ധിക്കാം, രണ്ട് ബോഡീസ് ആണ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്.
ഓരോ ബോഡിയുടെ മാസ് 10 കിലോഗ്രാം ആൻഡ് 6 കിലോഗ്രാം ആണ്. 10 കിലോഗ്രാമിൽ 2 സ്പ്രിംഗ് പോകുന്നുണ്ട്. മുകളിലോട്ടുള്ള സ്പ്രിംഗിലെ ടെൻഷൻ T1 ആണ്, താഴോട്ടുള്ള സ്പ്രിംഗിലെ ടെൻഷൻ T2 ആണ്. 6 കിലോഗ്രാമിൽ മേലോട്ടാണ് സ്പ്രിംഗ് കണക്ട് ചെയ്തേക്കുന്നത്. സോ മേലോട്ടുള്ള ടെൻഷൻ T2. ഈ 2 മാസിനെയും നമ്മൾ മുകളിലോട്ട് പുള്ളി ചെയ്യാണ്. ഈ 2 മാസിനെയും സ്ട്രിംഗ് യൂസ് ചെയ്ത് നമ്മൾ മുകളിലോട്ട് പുള്ളി ചെയ്യാണ് വിത്ത് ആൻ ആക്സിലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെയെങ്കിൽ T1 അതായത് 10 കിലോഗ്രാമിനെ പുള്ളി ചെയ്യുന്ന സ്ട്രിംഗിലെ ടെൻഷനായ T1 കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യാം, ഓരോ ബോഡിയുടെ ആയിട്ട് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ആൻഡ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ബോഡീനെ, ഈ സിസ്റ്റം ഓഫ് ബോഡിയെ അപ്വേർഡ് പുൾ ചെയ്യുന്നുണ്ട്, വിച്ച് മീൻസ് ബോഡി മോഷനിലാണ്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ബോഡി ഈസ് ഈക്വൽ ടു MA. നെറ്റ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ബോഡി ഈസ് ഈക്വൽ ടു MA. ഈ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. സോ ആദ്യമേ തന്നെ എന്ത് ചെയ്യാം, സൊല്യൂഷനിലോട്ട് കിടക്കാം. അതിനുവേണ്ടി തന്നേക്കുന്ന ഡേറ്റാസ് ഒക്കെ ആദ്യമേ എടുത്തെഴുതുക. ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. ഇനി ഓരോ ബോഡിയുടെ ആയിട്ട് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ഞാൻ 10 കിലോഗ്രാം വെയിറ്റ് എടുത്തു. 10 കിലോഗ്രാം മാസ് ഉള്ള ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്, സ്ട്രിംഗിലെ ടെൻഷൻ T1 ഉണ്ട് മുകളിലോട്ട്, താഴോട്ടുള്ള സ്ട്രിംഗിലെ ടെൻഷൻ T2, സെൽഫ് വെയിറ്റ് 10 into G വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്നു. ഫസ്റ്റ് 10 കിലോഗ്രാം ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്തു. നെറ്റ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ബോഡി ഈസ് ഈക്വൽ ടു MA എന്ന കൺസെപ്റ്റ് അപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയ ഇക്വേഷൻ T1 minus T2 minus 10G is equal to 10 into A. Put it as equation number 1. Next എന്ത് ചെയ്യുക, 6 കിലോഗ്രാം മാസ് ഉള്ള ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. നെറ്റ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ബോഡി ഈസ് ഈക്വൽ ടു MA കൺസെപ്റ്റ് യൂസ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ T2 minus 6D is equal to 6A. So ഈ ഇക്വേഷനിൽ നിന്നും T2 is equal to 72 ന്യൂട്ടൺ എന്ന് നമുക്ക് കിട്ടും. Put it as equation number 2. Okay. ഇനി എന്ത് ചെയ്യാം, സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് T2ന്റെ വാല്യൂവിനെ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈൻഡ് T1. So T1 is equal to 192 ന്യൂട്ടൺ എന്ന് കിട്ടും. So the answer is option D, 192 ന്യൂട്ടൺ. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ബോഡീസിന്റെ പ്രോബ്ലം വരുമ്പോൾ നെറ്റ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ബോഡി ഈസ് ഈക്വൽ ടു MA, മാസ് ഇൻടു ആക്സിലറേഷൻ, ഈ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടായിരിക്കണം പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, next question. A block of mass 0.5 kilogram has an initial velocity of 10 meter per second down an inclined plane of angle 30 degree. The coefficient of friction between the block and the inclined surface is 0.2. The velocity of the block after it travels a distance of 10 meter is, take G is equal to 10 meter per second square. Options, figure തന്നിട്ടുണ്ട്. Options A 17 meter per second, B 13 meter per second, C 24 meter per second and D 8 meter per second. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ ഒരു ബ്ലോക്ക് തന്നിട്ടുണ്ട്. ആ ബ്ലോക്കിന്റെ മാസ് 0.5 കിലോഗ്രാം ആണ്. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഈ ബ്ലോക്ക് മൂവ് ചെയ്യാണ് വിത്ത് ഇനിഷ്യൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്. ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ ഇൻക്ലിനേഷൻ 30 ഡിഗ്രി ആണ്. കോൺടാക്ട് സർഫസിലെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.2 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ബ്ലോക്ക് ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ 10 മീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ 10 മീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് എടുക്കുന്ന വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഫൈനൽ വെലോസിറ്റി V കാൽക്കുലേറ്റ് ചെയ്യുക when the displacement S is equal to 10 meter. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. അതിനു മുന്നേ തന്നെ ജസ്റ്റ് നമുക്ക് കൺസെപ്റ്റ്സിലോട്ട് പോവാം. ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്, ബോഡി മൂവ് ചെയ്യുന്നുണ്ട്,
So net force in the direction of motion of body is equal to mass into acceleration. And also നമുക്ക് final velocity ആണ് വേണ്ടത്. Initial velocity തന്നിട്ടുണ്ട്, displacement തന്നിട്ടുണ്ട്. So final velocity calculate ചെയ്യാനുള്ള formula v square is equal to u square plus 2as. Equation of motionലെ formula യൂസ് ചെയ്തിട്ടാണ് നമ്മൾ final velocity of block calculate ചെയ്യുന്നത്. Okay. ഇനി നമുക്ക് സൊല്യൂഷനിലോട്ട് പോവാം. ആദ്യമേ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പ്ലെയിനിലാണ് ബോഡി ഇരിക്കുന്നത്. സെൽഫ് വെയ്റ്റ് 0.5 into g വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യും. ബോഡി ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ 0.5 g-നെ ഇൻക്ലൈൻഡ് പ്ലെയിനിന് പാരലലും പെർപെൻഡിക്കുലറുമായിട്ട് റിസോൾവ് ചെയ്യുക. കോൺടാക്ട് സർഫസിൽ നോർമൽ റിയാക്ഷൻ ഉണ്ട്. ആർ ബോഡി താഴോട്ടാണ്, പ്ലെയിനിൽ നിന്നും താഴോട്ടാണ് മൂവ് ചെയ്യുന്നത്. So frictional force മേളിലോട്ടായിരിക്കും. So the value of frictional force is 0.2 R. Then solution. First എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ഡേറ്റാസ് ഒക്കെ എടുത്തെഴുതുക. മാസ് തന്നിട്ടുണ്ട് 0.5 കിലോഗ്രാം. ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ എടുത്തെഴുതുക. Then consider the downward motion of the block. ബ്ലോക്കിന്റെ ഡൗൺവേർഡ് മോഷൻ കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് എന്ത് ചെയ്യുക? പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സിനെ റിസോൾവ് ചെയ്യുക. റിസോൾവിംഗ് ഫോഴ്സസ് പെർപെൻഡിക്കുലർ ടു ഇൻക്ലൈൻ പ്ലെയിൻ. ഇൻക്ലൈൻ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സിനെ റിസോൾവ് ചെയ്യുക. നമുക്ക് R is equal to 0.5 g cos 30 എന്ന് കിട്ടും. നെക്സ്റ്റ് എന്ത് ചെയ്യുക? റിസോൾവ് ഫോഴ്സസ് പാരലൽ ടു ഇൻക്ലൈൻ പ്ലെയിൻ. ഇൻക്ലൈൻ പ്ലെയിനിന് പാരലൽ ആയിട്ട് ഫോഴ്സിനെ റിസോൾവ് ചെയ്യുക. സോ നമ്മുടെ ഇക്വേഷൻ 0.5 g sin 30 minus 0.2 R is equal to 0.5 a. ഈ ഇക്വേഷനിൽ ആറിന് 0.5 g cos 30 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് ഫൈൻഡ് a നമുക്ക് 3.268 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സോ ഈ ബോഡിയുടെ ഫോഴ്സസിനെ റിസോൾവ് ചെയ്ത് ബോഡിയുടെ ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. a is equal to 3.268 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ആക്സിലറേഷൻ നമുക്കിപ്പോൾ കിട്ടി. അങ്ങനെയെങ്കിൽ ഫൈനൽ വെലോസിറ്റി ഇക്വേഷൻ ഓഫ് മോഷൻ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തൂടെ? സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന ഇക്വേഷനിൽ നിന്നും ഫൈൻഡ് v is equal to 13 meter per second എന്ന് കിട്ടും. So the answer is option B, 13 meter per second. Okay. Thank you.